എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ മൂന്ന് ജിന്നിന്റെ പോക്കറ്റിൽ നിന്ന് ആ ഒരു കീ ചെയിൻ കിട്ടിയിരിക്കുന്നു. അതിൽ എഴുതിയിട്ടിരിക്കുന്ന വാക്കുകൾ അവളുടെ പേരാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന അവൾ സാൻലി അവന്റെ കീ ചെയിനിലുണ്ട് അവന്റെ ക്രഷിന്റെ സൂചന എന്ന് പറഞ്ഞിരുന്നല്ലോ. അവൾ അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആവുന്നു. ജിന്നും അവൾ കീ ചെയിൻ കണ്ടു എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ മിണ്ടുന്നില്ല. എന്തെങ്കിലും അങ്ങോട്ട് സാൻലി ഫുഡുമായി വരുമ്പോൾ അവൾ അവനെ നോക്കി ഭയങ്കരമായി ചിരിക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ അവൻ ക്ലൂ കൊടുത്തതുകൊണ്ടാണല്ലോ ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചത് എന്ന ഒരു സന്തോഷമായിരുന്നു. അവനാകട്ടെ എന്താണ് എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത്, എന്താ എന്നെ ലൈൻ അടിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങനെ ഒന്നും ഇല്ലാന്ന് അവളും പറയുന്നുണ്ട്. കൂടാതെ അവൻ അവിടെ കൊണ്ടുവച്ച ഡംപ്ലിങ്സ് അവളെടുത്ത് കഴിക്കുമ്പോ അത് കണ്ട് അവൻ നീ ഡംപ്ലിങ്സ് ഒന്നും കഴിക്കുന്നതല്ലോ എന്ന് ചോദിക്കുമ്പോ ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാ, അതുകൊണ്ട് ആ സന്തോഷത്തിന് കഴിക്കുന്നതാണെന്ന് അവൾ പറയുമ്പോൾ ജിന്നിന് അവളുടെ സന്തോഷത്തിന്റെ കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. അവളാകട്ടെ ഡംപ്ലിങ്സ് ഒക്കെ ഉണ്ടാക്കിയത് സാൻലിയാണ്, പക്ഷെ അവിടെ മീറ്റ് ബോൾസ് ഒക്കെ ജിൻ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്. അവനോട് ജിൻ ഉണ്ടാക്കിയ മീറ്റ് ബോൾസും വേണം, കൂടെ കുറച്ച് കൂൾ ഡ്രിങ്ക്സ് ഒഴിച്ചു താന്നൊക്കെ അവനോട് പറയുമ്പോൾ അവൻ അതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അവൾ വളരെ ഹാപ്പിയായി അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവളുടെ സന്തോഷം കണ്ട് അവനും ഹാപ്പി ആവുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ ഫെങ്സി ജിന്നിനോട് അന്ന് ആ റേസിന്റെ ഇടയിൽ അവിടെ വെള്ളമൊക്കെ ഒഴിച്ചത് ആ സ്നേക്കിയുടെ അച്ഛന്റെ ആളുകളാണ് എന്ന കാര്യം പറയുമ്പോഴേക്കും പെട്ടെന്ന് അയ്യോ ഉണ്ടല്ലോ അവള് കേട്ടല്ലോ എന്ന രീതിക്ക് അവൻ വാ അടയ്ക്കുമ്പോൾ സാരില്ല, അവൾക്ക് ഇതൊക്കെ അറിയാം, അവളൊരു റേസിൽ എന്റെ കൂടെ നാവിഗേറ്റർ ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവളുടെ മുന്നേ ഒന്നും മറക്കേണ്ട കാര്യമില്ല എന്നെല്ലാം പറയുമ്പോൾ ഫെങ്സി അത് കേട്ട് ഭയങ്കരമായി അത്ഭുതപ്പെടുന്നുണ്ട്. നിന്നെ ജിൻ നാവിഗേറ്റർ ആക്കിയോ? അവൻ പൊതുവെ ആരെയും അങ്ങനെ വിശ്വസിച്ച് നാവിഗേറ്റർ ആക്കി കൂടെ കൂട്ട് നാളെയല്ല, എന്നിട്ട് നിന്നെ അങ്ങനെ കൂട്ടിയോ? ഒരു നാവിഗേറ്റർ എന്നാൽ റേസറെ സംബന്ധിച്ച് ഒരു ലവറിനെ കണക്കാണ്. അതായത് ആ റേസറിനെ റേസിൽ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ആ ഒരു നാവിഗേറ്റർക്ക് സാധിക്കും. ജിൻ അത്രയും വലിയൊരു ഉത്തരവാദിത്തം നിന്നെ ഇങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നൊക്കെ ഫെങ്സി ഇങ്ങനെ പറയുമ്പോൾ സാൻലി വേഗം തന്നെ ഫെങ്സി അവിടെ നിന്നവാ നമുക്ക് പാത്രം കഴുകാന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അവൻ ഇവിടെ ഇരുന്ന് കൂടുതൽ സംസാരിച്ച് കുളമാക്കണ്ട എന്ന രീതിക്ക്. ആക്ച്വലി ആ ഒരു കീച്ചന്റെ കാര്യം മൂന്ന് പറഞ്ഞു കൊടുത്ത സാൻലി മൂന്ന് ആദ്യമായി ജിന്നിന്റെ വീട്ടിൽ വെച്ച് കണ്ട സീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ ടീം അവളുടെ പേര് കേൾക്കുന്നവൻ ആ പേരിന്റെ അർത്ഥം അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു അല്ലെ. ആക്ച്വലി അപ്പത്തൊട്ടേ അവൻ അറിയായിരുന്നു ഇവളെയാണ് ജിൻ വളരെ സ്പെഷ്യലായി ഉള്ളിൽ കൊണ്ട് നടക്കുന്നതെന്ന്. ജിന്നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണുള്ള സാൻലി. എന്തായാലും ഇപ്പൊ ഫെങ്സി പറഞ്ഞിട്ട് പോയ ഈ ഒരു കാര്യങ്ങൾ മൂന്ന് തന്നെ ജിൻ നാവിഗേറ്റർ ആക്കാൻ സമ്മതിച്ചതിലൂടെ അവൻ തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടാണ് കാണുന്നതെന്ന് വീണ്ടും മനസ്സിലാവുന്നുണ്ട്. അവളാകട്ടെ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായതിന്റെ സന്തോഷത്തിലാണെങ്കിൽ ജിൻ അവളത് മനസ്സിലാക്കിയെന്ന സന്തോഷത്തിനോടൊപ്പം തന്നെ അവൾ അവന്റെ കൂടെയുള്ള ഓരോ നിമിഷവും ഒരു പ്രത്യേക ഹാപ്പിനെസ്സിൽ അങ്ങനെ ഇരിക്കുകയാണ്. തുടർന്ന് ന്യൂ ഇയർ എത്താനായി അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ന്യൂ ഇയറിന് തൊട്ട് മുന്നത്തെ ഡിന്നറിനായിട്ടാണല്ലോ ഇവരിവിടെ ഒത്തുകൂടിയത്. ഈ ഒരു ടൈം ജിൻ വേഗം തന്നെ ഫോണിൽ കൂടി കുറച്ച് ക്യാഷ് മൂന്നുള്ള അവന്റെ ന്യൂ ഇയർ ഗിഫ്റ്റായി അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ന്യൂ ഇയറിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് അവർ ന്യൂ ഇയർ എത്തുമ്പോഴേക്കും പരസ്പരം ന്യൂ ഇയർ എന്നൊക്കെ വിഷ് ചെയ്ത് ഹാപ്പി ആയിരിക്കുകയാണ്. കാശ് കിട്ടിയ സന്തോഷത്തിൽ, കാശ് കിട്ടിയെന്നല്ല എന്നാലും അവൻ തനിക്ക് ഒരു ഗിഫ്റ്റ് തന്നു എന്ന സന്തോഷത്തിൽ അവൾ ഇങ്ങനെ അവനെ നോക്കുമ്പോഴേക്കും അവൻ പക്ഷെ വലിയ ഒരു ഭാവവ്യത്യാസം ഇല്ലാതെ അവിടെ ഫ്രണ്ട്സിന്റെ കൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് അവരും മൂന്നുള്ള അവരുടെ പങ്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ആ റെഡ് എൻവലപ്പിൽ കാശിട്ട്. അതിനുശേഷം ഫയർ വർക്ക്സ് കാണാനായി പുറത്ത് നിൽക്കുമ്പോൾ മൂ ജിന്നിനോട് ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുമ്പോൾ അവനും അവളെ വിഷ് ചെയ്യുന്നു. അങ്ങനെ ഇവിടുത്തെ കുഞ്ഞ് ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ ശേഷം മൂനോട് കീ ജിൻ ചോദിക്കുമ്പോൾ കീ തരാം, കീ ചെയിൻ തരില്ല, എന്തായാലും ഞാനിപ്പോ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് രാത്രിയും പകലും അങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നെല്ലാം അവനെ കളിയാക്കിക്കൊണ്ട് അവൾ പറയുന്നുണ്ട്. കൂടാതെ എന്നെ എവിടേക്കാ, അച്ഛന്റെ വീട്ടിലേക്കാണോ കൊണ്ടുവന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ പിന്നല്ലാണ്ട് അങ്ങോട്ട് തന്നെയാ പോകുന്നതെന്ന് അവൻ പറയുമ്പോൾ എനിക്കൊരു കണ്ടീഷൻ ഉണ്ടെന്ന് അവൾ പറയുന്നു. അങ്ങനെ അച്ഛന്റെ വീടിന്റെ ആ ഒരു സ്റ്റെപ്സിന്റെ അവിടെ എത്തുമ്പോഴേക്കും ഈ സ്റ്റെപ്സിൽ എന്നെ കൊച്ചിൽ എടുത്തോണ്ട് പോയ കണക്ക് എടുത്തോണ്ട് പോകണമെന്ന് അവൾ ആവശ്യപ്പെടുമ്പോൾ അവൻ അങ്ങനെ എടുത്തോണ്ട് പോകുന്നുണ്ട്. ഡോറിന്റെ അടുത്ത് എത്തുമ്പോൾ താത്തു നിർത്താൻ നോക്കിയിട്ട് അവൾ താഴെ നിൽക്കാതെ അവന്റെ കാലിൽ തന്നെ ചവിട്ടി അങ്ങനെ അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കാണ്. താക്കോൽ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എന്റെ ബാഗിലുണ്ടെന്ന് പറയുമ്പോൾ അവൾ ആ ബാഗിൽ നിന്ന് എടുത്ത് കൊടുക്കാതെ അവൻ തന്നെ ആ ബാഗിൽ നിന്ന് കീ എടുത്ത് ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെ അവന്റെ കാലിൽ ചവിട്ടി നിൽക്കുന്ന അവളെ ഇങ്ങനെ പിടിച്ചോണ്ട് തന്നെയാണ് അവൻ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. തുടർന്ന് അകത്ത് ഇടുന്ന സ്ലിപ്പേഴ്സ് എടുത്ത് അവൻ കൊടുക്കുന്ന ടീം അവൾ വേഗം അതിട്ട് അകത്തേക്ക് ഓടി പോകുന്നുണ്ട്. അവൾ തന്നെ മുൻകൈ എടുത്ത് അവന്റെ അടുത്ത് ഇങ്ങനെ വളരെ ക്ലോസ് ആയി പെരുമാറുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അതിന്റെ ഭയങ്കര ഒരു പേടിയും വെപ്രാളും ഒക്കെ അവൾ കാണിച്ചിങ്ങനെ അകത്ത് നിൽക്കാണ്. ഒപ്പം തന്നെ അവൻ പോയോ എന്ന ഒരു കാൽ പെരുമാറ്റം ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ അവനായിട്ട് അവൾ പുറത്തേക്ക് വരുമോ എന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അകത്ത് പോയവൾ കുറച്ചു നേരമായിട്ടും പുറത്ത് വരുന്നില്ല എന്ന് കാണുന്നവൻ പോകാനായി തിരിയുമ്പോഴേക്കും അവന്റെ ഫുഡ് സ്റ്റെപ്സ് കേൾക്കുന്നവൾ അവൻ പോകുന്നതിന് മുന്നേ ഓടി അടുത്തേക്ക് എത്തുകയും പോവാണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പോവണ്ടേന്ന് അവൻ ചോദിക്കുമ്പോൾ പോവണ്ട, ഞാൻ പിന്നെ എന്തെടുക്കാനാണെന്ന് അവന്റെ ചോദ്യത്തിന് ന്യൂ ഇയറിന് എനിക്ക് പണ്ട് കഥ പറഞ്ഞു തരാറില്ലായിരുന്നോ, അതുപോലെ കഥ പറഞ്ഞു തരാനായി ആവശ്യപ്പെടുമ്പോൾ പക്ഷെ ഒരു കഥയും നീ മുഴുവനോടെ കേട്ടിരുന്നിട്ടില്ലല്ലോ എന്ന് അതിനിടയിൽ ഉറങ്ങുന്നതിനെ പറ്റി അവൻ കളിയാക്കുമ്പോൾ ഇത്തവണ ഞാൻ കേൾക്കുമെന്ന് അവൾ പറയുന്ന ടീം ഇപ്പൊ കുഞ്ഞൊന്നും അല്ലാന്നെല്ലാം അവൻ ഓർമ്മപ്പെടുത്തുമ്പോ പക്ഷെ ജിൻ കൂടെ ഉള്ളപ്പോ ഞാൻ കുഞ്ഞു തന്നെ ആയിരിക്കുന്ന അവൾ പറയുന്നത് കേട്ടവൻ കഥ പറയാനായി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അടുത്ത ദിവസം രാവിലെ നമ്മൾ കാണുമ്പോൾ നല്ല ഉറക്കമാണ്. ജിൻ ഫോൺ വിളിക്കുന്നത് കേട്ടുകൊണ്ട് ഉണരുന്നവൾ വേഗം വെപ്രാളത്തിൽ മിസ് കോൾ കണ്ട് തിരിച്ചു വിളിച്ച് അയ്യോ ഞാൻ കഥ കേട്ടതിന്റെ ഇടയിൽ ഉറങ്ങിപ്പോയി സോറി എന്നൊക്കെ പറയുമ്പോൾ സാരില്ല, റെഡിയായി ഫുഡൊക്കെ കഴിച്ചിട്ട് വാ നമുക്ക് കാണാമെന്ന് അവനും പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ 1 മണിക്കൂർ ഞാൻ കഥ പറയും, അത് കഴിഞ്ഞ് ഞാൻ പോകുന്നു പറഞ്ഞാണ് അവൻ കഥ പറഞ്ഞിരുന്നത്. അത്രയും നേരം പോലും അവൾ ഉറങ്ങാതിരുന്ന് കേട്ടില്ല. അങ്ങനെ അവൾ വേഗം റെഡിയായി താഴേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഇത്രയും നേരമായിട്ട് എന്നെ വെയിറ്റ് ചെയ്യണമായിരുന്നു, എന്നെ വിളിക്കാൻ മേലായിരുന്നു കുറച്ചുകൂടെ നേരത്തെ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട ഉറങ്ങട്ടെ എന്ന് കരുതിയെന്ന് അവനും പറയുന്നുണ്ട്. എന്തായാലും അവനോട് താക്കോല് ചോദിച്ചവൾ വണ്ടി എടുക്കുമ്പോഴേക്കും നീ ലൈസൻസ് പോലും എടുത്തിട്ടില്ല, അതുകൊണ്ട്
അതുകൊണ്ട് വേണമെന്നെല്ലാം അവൻ ചോദിക്കുമ്പോൾ ഇവൾ അതിന്റെ ഇടയിൽ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയതൊന്നും അവൻ അറിയില്ലല്ലോ. എന്തായാലും താന്ന് പറഞ്ഞ് മേടിക്കുന്നവൾ ഡ്രിഫ്റ്റ് ചെയ്യാൻ പഠിച്ചിരുന്നില്ലേ, ലിന്നിനോട് ചോദിച്ച ആ ഒരു ഹാർട്ട് ഷേപ്പ് അത് അവിടെ ചെയ്യുമ്പോൾ അവൻ ഭയങ്കര സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. കാരണം ഇവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. തുടർന്ന് അവൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി നിൽക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ ഇത് എവിടുന്നാണ് അവൾ പഠിച്ചതെന്നും ചോദിക്കുന്നുണ്ട്. എന്നെ സാൻലിയാ പഠിപ്പിച്ചത്, ഗേൾസിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയ ഒരു വഴിയാണെന്ന് പറഞ്ഞ് ആളിത് ചെയ്യുന്ന കണ്ട് ഞാൻ അങ്ങനെ പഠിച്ചതാണെന്ന് ഒരു കള്ളാണ് അവൾ പറയുന്നത്. എന്തായാലും ലിന്നാണ് പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ അവിടെ പറയുന്നില്ല. എന്തായാലും ഇതാണ് എന്റെ ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് അവൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, എനിക്ക് ഇതുവരെ ഇതുപോലെ നല്ലൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല എന്ന് അവൻ പറയുമ്പോൾ എങ്കിൽ ഞാൻ ഒന്നുകൂടെ ഓടിച്ച് കാണിക്കട്ടെ എന്ന് അവൾ പറയുന്ന ടീം വേണ്ട, നീ പാസഞ്ചർ സീറ്റ് ഇരിക്കുക, ഞാൻ ഓടിക്കാന്ന് പറഞ്ഞ് അവൾ വരച്ച ആ ഒരു ഹാർട്ടിന്റെ അടുത്ത് തന്നെ അവൻ മറ്റൊരു ഹാർട്ട് വരച്ച് അവൾക്ക് ഒരു സർപ്രൈസ് നൽകുന്നുണ്ട്. അവളും ഒരുപാട് ഹാപ്പി. അങ്ങനെ അതിനുശേഷം അവരാകട്ടെ അവിടെ അടുത്തൊരു ആരാധനാലയത്തിന്റെ ഭാഗമായി നടക്കുന്ന ന്യൂ ഇയർ ടെമ്പിൾ ഫെയർ കാണാനായി പോവാണ്. എന്തെങ്കിലും ആ ടീം അങ്ങോട്ടേക്ക് സാൻലി എത്തുന്നുണ്ട്. സാൻലിയോട് എന്താ ഇത്, ഇവരൊക്കെ എന്താ ഒരു ട്രീയിൽ കെട്ടി പ്രാർത്ഥിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ ആ ട്രീയോട് അവിടെ നമ്മൾ കെട്ടി പ്രാർത്ഥിക്കുന്ന ആ ഒരു ആഗ്രഹം നിറവേറ്റും എന്നൊരു വിശ്വാസമുണ്ട്, നീയും ചെയ്തു നോക്കാനേ പറയുന്നു. പ്രത്യേകിച്ച് ലവ് റിലേറ്റഡ് ആയ കാര്യമാണെങ്കിൽ എന്തെങ്കിലും നടക്കുന്നല്ല. സാൻലി മൂന്ന് എഴുതി പിരികേറ്റുന്നുണ്ട്. അങ്ങനെ എന്തായാലും 3 പേരും കൂടി അവരുടെ വിഷ് എഴുതി ആ ഒരു ട്രീയിൽ കെട്ടിയത് പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചധികം നേരം നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവൾ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയായിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ അവൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണുന്ന സാൻലി നല്ല നീളമുള്ള ആഗ്രഹമാണെന്ന് തോന്നുന്നല്ലോ, എന്തോ കുറെ പേരെ പറ്റി ഉണ്ടല്ലോ എന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അവനെ തിരുത്തുന്നുണ്ട്. അങ്ങനെ കുറെ പേരൊന്നുമില്ല, ഒരേ ഒരാളെ ഉള്ളു. അത് കേട്ട് സാൻലി ഒരു കള്ളച്ചിരിയോടുകൂടി ജിന്നിനെ നോക്കുമ്പോൾ ജിന്നും അത് കേട്ട് ചിരിക്കുന്നുണ്ട്. ആരെ പറ്റിയാണെന്ന് അവൻ അറിയാലോ, അവനെ പറ്റി തന്നെ. അങ്ങനെ അവിടെ ഒരു ലൈൻ ഡാൻസ് തുടങ്ങാനായി പോവാണ്. സാൻലി വേഗം എനിക്ക് ഈ ന്യൂ ഇയറിന് റെഡ് കളറിലെ ഡ്രസ്സ് വാങ്ങുന്നത് ഭയങ്കര ഓസ്പിഷ്യസ് ആണ്, ഗുഡ് ലക്ക് കൊണ്ടുവരുമെന്നൊക്കെയാ വാരഫലത്തിൽ വായിച്ചത്. ഞാൻ പോയി ഒരു പർച്ചേസ് നടത്തിയിട്ട് വരാം, വണ്ടിയുടെ അവിടെ കാണും ഞാൻ, നിങ്ങൾ ഈ ഡാൻസ് ഒക്കെ കണ്ടിട്ട് വന്നു പറഞ്ഞ് അവൻ അവരെ അവിടെ എങ്ങനെ ആക്കി പോകുമ്പോഴേക്കും ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ, ഞാൻ കൈ പിടിക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റഡ് ആയി പോകുന്നു പറഞ്ഞ് അവൾ അങ്ങനെ അവന്റെ കൈ പിടിക്കുമ്പോൾ അവനും ഹാപ്പി ആയി നിൽക്കുന്നു. പക്ഷെ ആ ഒരു സമയം എന്തോ ഒന്ന് അവനോട് പറയാനേ അവൾ ഇങ്ങനെ മുഖം തിരിക്കുമ്പോഴേക്കും തിരക്കിൽ പെട്ട ആരും അവളെ ഇടിക്കുകയും ആ ഒരു കാര്യം പറയാനായിട്ട് വന്ന അവൻ അറിയാതെ കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് രണ്ടുപേർക്കും ഒരു ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടാവുന്നു. അവൾ ഞാൻ അയ്യോ അറിഞ്ഞുകൊണ്ട് ചെയ്തു ഒന്നും അല്ലെന്ന് പറയുമ്പോൾ അവൾ കാണാതെ അതൊക്കെ എൻജോയ് ചെയ്ത് ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് വണ്ടിയുടെ അവിടേക്ക് പോകാനായി വരുമ്പോഴേക്കും അവിടെ സ്നേക്കിയുടെ അച്ഛനും ആളുകളും ഉണ്ട്. പെട്ടെന്ന് അവരുടെ മുന്നിൽ പോവാതെ മൂന്നും കുട്ടി തിരിഞ്ഞു പോകാനായി ജിൻ നോക്കുന്നുണ്ടെങ്കിലും ജിന്നിനെ കാണുന്ന അതിലൊരാൾ നീ എന്താ ഞങ്ങളെ കണ്ടിട്ട് ഓടി ഒളിക്കാണോ, ഇവിടെ ഇത്രയും വലിയ റോഡ് കിടക്കുമ്പോൾ നീ എന്തിനാ തിരിഞ്ഞോ വേറെ വഴി പോകുന്നതെന്നൊക്കെ അവനെ കളിയാക്കുമ്പോൾ ജിൻ മൂനം കൊണ്ടെന്ന അവരുടെ മുന്നിൽ തന്നെ പോകാനായി ഒരുങ്ങുമ്പോൾ അവൻ വീണ്ടും ജിന്നിനോട് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാനായി വരുമ്പോൾ ജിൻ അവനോട് മര്യാദയ്ക്ക് മാറിപ്പോകാനായി പറയുന്നുണ്ട്. ഈ ടീം സ്നേക്കിയുടെ അച്ഛൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് തന്റെ ആളിനോട് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഒരു ട്രീറ്റ് വെക്കുന്നുണ്ട്, നീയും വരണമെന്ന് പറയുമ്പോൾ നമ്മളതിന് അങ്ങനെ ക്ലോസ് ഒന്നും അല്ലല്ലോ, ഞാൻ പിന്നെ നിങ്ങളുടെ ഫ്രണ്ടായി വരേണ്ട ഒരു ആവശ്യമില്ലാന്ന് പറഞ്ഞു അവൻ അയാളോട് ഒരു ഇഷ്ടവും ഒരു താല്പര്യവും ഇല്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ നിന്റെ ഇഷ്ടം എന്നോട് ചേർന്ന് നിന്നാ അത് നിനക്ക് തന്നെ വലിയ ഉപകാരം വന്നേനെ എന്ന രീതിക്ക് അവനോട് പറയുന്നുണ്ട്. ഇവനെ പോലെ ഒരു എക്സ്പേർട്ട് ആയ ആള് തന്റെ കൂടെ ഇല്ല എന്ന ഒരു നഷ്ടബോധം സത്യത്തിൽ സ്നേഹിക്കയുടെ അച്ഛന് ജിൻ അയാളുടെ അടുത്തുനിന്ന് പോയ ശേഷം തോന്നി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇപ്പോ ജിന്നോട് വൈരാഗ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ജിൻ എങ്ങനെയും തന്റെ ഗ്യാരേജിന്റെ ഒരു ഭാഗമാവണം, അതിന് വേണമെങ്കിൽ സ്നേഹിയെ യൂസ് ചെയ്യാം, സ്നേഹിക്ക് ഇവനോട് ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അവളെ ഇവനും തമ്മിൽ ഒന്നിപ്പിക്കാമെന്ന രീതിക്ക് അയാൾ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. പക്ഷെ ജിൻ ഒരു രീതിക്കും അതിനടുക്കുന്നേ ഇല്ല. നീ കൂടുതൽ ഇദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ തലയിടാൻ നോക്കണ്ട, നീ വിവരം അറിയുന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഞാൻ തലയിടുക തന്നെ ചെയ്യും, തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്താനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുക തന്നെ ചെയ്യുന്നില്ല. ജിൻ അവിടെ വെല്ലുവിളിച്ച് സംസാരിക്കുന്നുണ്ട്. എനിക്ക് മൂവാണെല്ലാം, വേറെ ആലോചന ഒന്നും കൂടുതൽ നടത്തണ്ടെന്ന രീതിക്ക് ജിൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് മൂവിന്റെ കൈ പിടിക്കുമ്പോൾ സ്നേഹിക്ക് അവിടെ ഉണ്ടായിരുന്നില്ല, അവളുടെ മുഖം മാറുന്നുണ്ട്. ഒപ്പം തന്നെ അവളുടെ അച്ഛനും അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇയാളിപ്പോ ഒരു പ്രപ്പോസൽ എന്ന രീതിക്ക് അവന്റെ മുന്നിൽ ഒരു സൂചന വെച്ചപ്പോൾ അവൻ ഇങ്ങനെ വെല്ലുവിളിച്ച് ഓരോന്ന് ചെയ്യുന്നല്ലോ എന്ന രീതിക്ക് ദേഷ്യം വരുന്ന അയാളുടെ ആളുകൾക്ക് സിഗ്നൽ കൊടുക്കുമ്പോഴേക്കും അവർ ജിന്നിനെ അടിക്കാനായി വളയാനായി ഒരുങ്ങുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും പെട്ടെന്ന് ഒരു സൗണ്ട്, ഇത് പഴയ കാലമൊന്നും അല്ല, അറേഞ്ച് മാരേജിനെ പറ്റി സംസാരിക്കാൻ ഇഷ്ടമുള്ളവര് സ്നേഹിച്ച് കേട്ടിട്ട് എന്ന മട്ടില് അങ്ങും ഇങ്ങും തൊടാതെ സാൻലി പറയുമ്പോൾ അപ്പോഴാണ് സാൻലി അവിടെ നിൽക്കുന്ന കാര്യം ഇവരൊക്കെ കാണുന്നത്. സാൻലിയുടെ അച്ഛനും സ്നേഹിയുടെ അച്ഛനും പഴയ കൂട്ടുകാരാണ്. അയാൾ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് അവനോട് സംസാരിക്കുമ്പോൾ എന്റെ അച്ഛൻ നിങ്ങൾ എങ്ങനെ ഫ്രണ്ട്സ് ആണോ അതേ കണക്കാ എനിക്ക് ജിന്നും, അവൻ എന്ത് കാര്യം ഉണ്ടായാലും ഞാൻ കട്ടയ്ക്ക് കൂടെ കാണുന്ന സാൻലി പറയുമ്പോൾ എന്റെ പെടലിയെ നിന്നെ ഇങ്ങനെ നോക്കി സംസാരിക്കുമ്പോൾ വല്ലാണ്ട് കഴിക്കുന്നു, അതുകൊണ്ട് വേഗം ഇങ്ങനെ ഇറങ്ങി വന്ന് ജിന്നിനിട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇവനിട്ടും കൊടുക്കാന്ന് മറ്റുള്ള അയാൾ വിളിക്കുമ്പോഴേക്കും അതറിയാവുന്ന സാൻലി ചെല്ലുന്നില്ല. അപ്പോഴേക്കും ഇവിടെ അടി പൊട്ടുവോന്ന് സത്യത്തിൽ മൂന്ന് ടെൻഷൻ ആവുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാണ് അവിടെ കുറച്ച് ഫോറിനേഴ്സ് എത്തുന്നത് അവൾ കാണുന്നത്. അവരാണെങ്കിൽ അവരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ആളില്ലാതെ നിൽക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന അവൾ വേഗം ജിന്നുമായി അവരുടെ അടുത്തേക്ക് ചെന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കാനൊക്കെ അവരുടെ കൂട്ടത്തിൽ മിങ്കിളായി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ആള് കൂടി സ്ഥിതിക്ക് ഇനി ഇവിടെ ഒരു അടിയൊന്നും നടക്കില്ല എന്ന് അവൾക്കും സമാധാനമാവുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി ഇവിടെ അടി നടത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന അവരും പിന്മാറുന്നു. സ്നേഹിക്ക് അച്ഛനോട് ഇവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് വീട്ടിൽ പോകാനുള്ള പണി നോക്കുന്നു പറഞ്ഞ് അവിടെ നിന്ന് കലിപ്പി പോവാണ്. അവൾക്ക് മൂവിന്റെ കൈ ജിൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് പിടിച്ചത് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടതേ ഇല്ല. എന്നാലും അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് മൂവിനെ ഡ്രോപ്പ് ചെയ്യുമ്പോഴേക്കും മൂനാണെങ്കിൽ ജിന്നിനെ വിട്ടിട്ട് പോകാനായിട്ട് മനസ്സില്ല.
പോകുന്നില്ല. അവളിങ്ങനെ കുണുങ്ങി നിൽക്കുമ്പോ എന്താ പോകാനായി തോന്നില്ലെന്ന് സാൻലി കളിയാക്കുമ്പോൾ അവൾ വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. തുടർന്ന് ജിന്നിനോട് സാൻലി നീ എല്ലാവരുടെ മുന്നിൽ വെച്ച് അവളുടെ കൈ എങ്ങനെ പിടിച്ചല്ലോ, എന്തായിരുന്നു ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ നീ ഇത്ര തല പോയിക്കാൻ ഞാൻ നിന്റെ കയ്യിലല്ലോ, അവളുടെ കയ്യിലെ പിടിച്ചത് എല്ലാവരുടെ മുന്നിൽ വെച്ചു, പിന്നെ നിനക്ക് എന്താ കുഴപ്പമൊന്നുമില്ല. ഉത്തരം കൊടുക്കാതെ ജിന്നു അങ്ങ് ഉഴപ്പുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ന്യൂ ഇയർ ആയിട്ട് ഒട്ടും കാണാൻ താല്പര്യമില്ലാത്ത കാഴ്ചയാണല്ലോ സ്നേക്ക് കണ്ടത്. അവൾക്ക് അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജിൻ അങ്ങനെ മൂവിന്റെ കൈ പിടിച്ചതൊക്കെ. അതുകൊണ്ട് ആ ഒരു കലിപ്പെല്ലാം സാൻഡ് ബാഗിനിട്ട് നല്ല പഞ്ച് കൊടുത്ത് അവൾ തീർക്കാണ്. അവളുടെ കൈയൊക്കെ പൊട്ടുന്നുണ്ടെങ്കിലും അവൾ വീണ്ടും വീണ്ടും കലിപ്പിന് ഇങ്ങനെ പഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സാങ് എത്തുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്റെ അടുത്ത് തീർത്തോ, ഒരു സമാധാനം കിട്ടുമെന്ന് അവൻ പറയുമ്പോൾ അവൾ ആ സാൻഡ് ബാഗിന് പകരം അവനെ ഇട്ട് നല്ല അടി ഇടിയൊക്കെ കൊടുക്കുമ്പോൾ അതെല്ലാം കൊണ്ട് അവൻ നിൽക്കാണ്. അല്പം കഴിഞ്ഞ് പഞ്ച് നിർത്തി അവൾ ഭയങ്കരമായി ഇമോഷണൽ ആവുമ്പോഴേക്കും അവൻ വേഗം അവളുടെ കയ്യിൽ പഞ്ച് ചെയ്തിട്ടുണ്ടായ മുറിവിലൊക്കെ അങ്ങനെ മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴും അവൾ അവളുടെ ഭയങ്കര ഇമോഷണലായി ജിന്നിനെ പറ്റി തന്നെ ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ടീം മരുന്നൊക്കെ വെച്ച് കൊടുത്ത സാങ് സാരയില്ല, മുറിവ് പെട്ടെന്ന് മാറിക്കോളൂ എന്ന് പറയുമ്പോൾ അവൻ ഏത് രീതിയിലാണ് തന്നോട് ഇത്രയും കാര്യമായി പെരുമാറുന്നത്, തന്നോട് ഇടപെടുന്നത് എന്നെല്ലാം അവൾക്ക് അറിയാലോ. ഇപ്പൊ തന്നെ എന്തോരം ഇടി അവൻ ഒരു കാര്യമില്ലാണ്ട് അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ചു മേടിച്ചു കൊണ്ടു. അതുകൊണ്ട് തന്നെ അവന് തന്നോട് ഒരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നവൾ നീ എത്ര ശ്രമിച്ചാലും ജിന്നിന് പകരാവാൻ നിനക്ക് കഴിയില്ല എന്ന് അവനോട് പറയുന്നുണ്ട്. അതായത് അവൾക്ക് ഒരിക്കലും അവനോട് അവൻ ആഗ്രഹിക്കുന്ന കണക്ക് ഫീലിങ്സ് തോന്നില്ല എന്നാണ് അവൾ അവിടെ പറയുന്നത്. അവൾ അങ്ങനെ പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും അവന് ഭയങ്കര കലിപ്പ് വരുന്നുണ്ട്. അവൾ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സാരമില്ല, അവൾ ജിന്നിനെ പറ്റി ഓർത്തി സങ്കടപ്പെടുന്നത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന രീതിക്ക് അവളിപ്പോ സങ്കടപ്പെടാൻ കാരണം ജിൻ ഇന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് മൂവിന്റെ കൈ പിടിച്ചതല്ലേ എന്നുള്ള രീതിക്ക് ഭയങ്കര ദേഷ്യം വരുന്ന അവൻ നേരെ ജിന്നിനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കും എന്ന രീതിക്ക് ഗ്യാരേജിന്റെ അവിടേക്ക് ചെല്ലുമ്പോഴേക്കും ജിൻ അവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ കലിപ്പിലുള്ള വരവ് കാണുന്ന ജിന്നിന് അവൻ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ പതിവ് കണക്ക് വരുന്നതാണെന്ന് അറിയാമെങ്കിലും വലിയ മൈൻഡ് ആക്കാതെ കളിയാക്കിക്കൊണ്ട് എന്താ ഹാപ്പി ന്യൂ ഇയർ വിഷയം വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ നിനക്കിട്ട് രണ്ടെണ്ണം തരാൻ വേണ്ടി വന്നതാ, നീ കാരണം അവൾ ഇത്രയും സങ്കടപ്പെടുന്നത്, അവൾ നിന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ട് നീ അവൾ ഇങ്ങനെ സങ്കടപ്പെടുത്താനായിട്ട് അവളുടെ മുന്നിൽ കിടന്ന് ഓരോന്നും കാണിച്ചാലുണ്ടല്ലോ, ഇന്ന് ന്യൂ ഇയർ ആയിട്ട് നീ കാരണം അവൾ കരഞ്ഞത്, അവളെ ഇനി സങ്കടപ്പെടുത്തിയാലുണ്ടല്ലോ എന്നല്ല സാങ് ഷൗട്ട് ചെയ്യുമ്പോൾ ജിൻ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. ദേ നോക്ക്, എനിക്ക് അവളോട് യാതൊരുവിധ താല്പര്യമില്ല, അവൾക്ക് എന്നോടുള്ള താല്പര്യത്തിന് ഞാൻ ഉത്തരവാദിയല്ല, പിന്നെ അവൾ ഇത്രയും സങ്കടപ്പെടുന്നതിൽ നിനക്ക് ഇങ്ങനെ വലിയ സങ്കടമാണെങ്കിൽ അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നീ തന്നെ എന്താന്ന് വെച്ചാൽ അത് ഹാൻഡിൽ ചെയ്യണം, അവളോടുള്ള നിന്റെ സ്നേഹം വെച്ച്, അല്ലാതെ എന്നോട് മെക്കിട്ട് കയറാനല്ല വരേണ്ടതെന്ന് ജിൻ പറയുന്നുണ്ട്. ജിൻ എന്നിട്ട് മൈൻഡ് ആക്കാതെ പോകാനേ ഒരുങ്ങുമ്പോഴേക്കും സാങ് വിടുന്നില്ല. ജിന്നുമായിട്ട് അവിടെ ഒരു ഫൈറ്റിന് സാങ് തുടക്കം ഇടുന്നു. തുടർന്ന് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സാങ്ങിനെ പിന്നീട് ബ്ലോക്ക് ചെയ്യുന്ന ജിൻ നീ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കണക്ക് തന്നെ ഞാനും ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, എനിക്കുണ്ട് അങ്ങനെ ഒരാളെന്ന് അവൻ പറയുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാണ്. ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.